കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരുടെ ജാമ്യാപേക്ഷ നാളെ വാദം കേൾക്കാനായി മാറ്റി. നിതിൻ രാജിന്റെ കുടുംബവും വാദം കേൾക്കും. നിഖിൽ വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, ഇന്ന് കേൾക്കാനിരുന്ന വാദം എന്താണ് മാറ്റിയത്? കാരണം എന്താണ്? സേതു, ഏതായാലും ഈ കേസിൽ ഇന്നിപ്പോൾ ഇരു പ്രതികളുടെയും, അതായത് ഡോക്ടർ റാമിൻ്റെയും ഡോക്ടർ സംഗീതയുടെയും മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്ന സമയത്ത് തന്നെ പ്രോസിക്യൂഷന്റെ നിർദ്ദേശപ്രകാരം നിതിൻ രാജിന്റെ അച്ഛൻ രാജനും ഒപ്പം തന്നെ സഹോദരി ഭർത്താവ് അശോക് കുമാറും ഈ കേസിന്റെ ഭാഗമായി തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിക്ക് മുന്നിൽ ഹാജരായിരുന്നു. ഇവരെ കൂടി കേൾക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഏതായാലും ഈ കേസിലെ വാദം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ കുടുംബത്തിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന കാര്യം കേൾക്കാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേൾക്കേണ്ടതില്ല എന്ന കാര്യം ഈ പ്രതിഭാഗം പറഞ്ഞെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഉള്ള സ്ഥിതിക്ക് അതുകൂടി കേൾക്കണം എന്നൊരു നിലപാട് കോടതി സ്വീകരിക്കുകയായിരുന്നു. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി റിട്ടേൺ ആയി കോടതിക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നാളത്തേക്ക് ഈ കേസിൽ വാദം കേൾക്കാം എന്ന് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 4 ഈ ഡോക്ടർ റാമിൻ്റെയും സംഗീതയുടെയും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. പ്രോസിക്യൂഷനും ശക്തമായി ഈ മുൻകൂർ ജാമ്യത്തെ എതിർക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ 2 പ്രതികൾക്കും ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഏതായാലും ചക്കരക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രകാരം ഈ ഡോക്ടർ റാമിനും സംഗീതക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമവും ഒപ്പം ആത്മഹത്യാ പ്രേരണയുമാണ്, ഈ 2 കുറ്റങ്ങളുമാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ വിശദമായ വാദം തന്നെ ഇരു ഭാഗത്തിൻ്റെയും കോടതി കേൾക്കും. അതിനൊപ്പമാണ് ഇപ്പോൾ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ കൂടി ഈ മുൻകൂർ ജാമ്യ ഹർജിയുടെ ഭാഗമായി കേൾക്കാം എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വിശദമായി തന്നെ ഈ കേസിൽ വാദം കേൾക്കും. യെസ്, ഓക്കെ നിഖിൽ, ശരി.